പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയുടെ ചേട്ടന്മാർ രണ്ടുപേരും ഗോവർദ്ധനെ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു നോക്കുന്നുണ്ട്. ഗോവർദ്ധൻ തിരിച്ച് മാന്തും എന്ന അവസ്ഥ വരുമ്പം രണ്ടുപേരൂടെ മിണ്ടാതെ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവും സുനന്ദയും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പം സുനന്ദ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല സത്യമെന്ന്. അന്നേരം സുനന്ദയും പറയുന്നുണ്ട്, ഏട്ടൻ്റെ മനസ്സിൽ എക്കാലവും ഒരേ ഒരു പെണ്ണേ ഉണ്ടായിട്ടുള്ളൂ, അത് വൈജയന്തി മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് അവരാരും ബാലേന്ദ്രൻ പറഞ്ഞേക്കുന്ന ഈ കഥ വിശ്വസിച്ചിട്ടില്ല എന്നർത്ഥം. ഏതായാലും ബാലേന്ദ്രൻ വീട്ടിലോട്ട് ചെല്ലുന്നു. വൈജയന്തിയെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? യുവമാരി ഇരുന്ന് ഈ പറയുന്ന കുശുമ്പ് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും വീട്ടിൽ വരുന്ന ബാലേന്ദ്രൻ അലീനയോട് വൈജയന്തിയെ നോക്കുന്ന കാര്യം പറയുന്നുണ്ട്. അലീനയ്ക്ക് പൂർണ്ണ സമ്മതമാണ്. കാരണം അമ്മയെ നോക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന്. എന്നിട്ട് ബാലേന്ദ്രൻ എൻ്റെ കൂടെ പറയുന്നുണ്ട്, നിന്നെ വൈജയന്തി അടുപ്പിക്കുമോ എന്ന് അറിയത്തില്ല എന്ന്. ഏതായാലും ബാലേന്ദ്രൻ അലീനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പം അവിടെ ഇരിപ്പുണ്ട് ഇതുങ്ങളെ രണ്ടുപേരും കേട്ടോ, ശിവനും രാജീവനും. അവർ രണ്ടുപേരോട് പറയുവാണ്, വൈജിയെ നോക്കാൻ ഇവളോ ഒരിക്കലും സമ്മതിക്കരുത്, അവളെ ഇവിടുന്ന് അടിച്ചോടിക്കണം, ഹോസ്പിറ്റൽ ആരുടെയും തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ പറച്ചിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇനി എതിർത്തിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ പറയും, എന്നാൽ നിങ്ങൾ നോക്കിക്കോന്ന്. അതുകൊണ്ട് അവന്മാർ കൂടുതൽ കളിക്കില്ല എന്ന് തോന്നും. ഏതായാലും വൈജയന്തി ഐസിയുവിൽ കയറി കാണുന്നുണ്ട് അലീന. അന്നേരം നേഴ്സുമാർ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആരാ എന്ന്. അന്നേരം അലീന പറയുന്നത് വൈജയന്തിയുടെ മൂത്ത മകളാണ് എന്നാണ്. ഇത് കേട്ടോണ്ടാണല്ലോ വൈജയന്തി അവിടെ കിടക്കുന്നത്. സംസാരിക്കാൻ മേല എന്നേ ഉള്ളൂ. അത് കുറച്ച് നാൾ അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. ഏതായാലും അലീന ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും മിണ്ടാൻ മേലെങ്കിലും ഒരു കണ്ണേ പുറത്തുള്ളോട്ടോ. ആ കണ്ണിങ്ങനെ തുറിച്ചു വരുന്നുണ്ട്. ആ കണ്ണിൽ നമുക്കറിയാം വൈജയന്തിയുടെ ദേഷ്യവും വെറുപ്പവും എല്ലാം. അന്നേരം ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈജയന്തിയുടെ ആ കയ്യിലൊന്ന് പയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് അലീന പറയുവാണ്, ഇവിടെ സുഖമാകുന്നത് വരെ ഞാനുണ്ട് കൂടെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാണ്. വൈജയന്തിക്ക് മിണ്ടാനും മേല, ദേഷ്യമൊന്നും എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. ആകെ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.